മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ്, ഗലീലിയോ, മെഗല്ലൻ, സർ ഐസക് ന്യൂട്ടൺ തുടങ്ങിയ 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർ, പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്നും നമ്മൾ ആരോട് ചോദിച്ചാലും ഇവരുടെ പേരേ പറയുള്ളൂ. പക്ഷേ നമ്മളുടെ പുരാണങ്ങളിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ള അനവധി വിവരണങ്ങളുണ്ട്. അതിനേക്കാൾ ധന്യമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്യുവർ സയന്റിഫിക് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന വിവരണങ്ങളുണ്ട്. ആത്മീയ ഗ്രന്ഥങ്ങളിലുള്ളത് ആത്മീയതയാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ മാറ്റാം. എന്താ കാരണം അറിയോ? ഭാഗവതത്തിൽ ഭുവനകോശാധ്യായമുണ്ട്, അതിൽ ഭൂഗോള വർണ്ണനമുണ്ട്. കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് BC 3102 മുമ്പ് എഴുതിയ ഭാഗവതത്തില് ഭൂഗോള വർണ്ണനം ചാപ്റ്ററിന്റെ പേരാണ്. അതിന്റെ പേര് തന്നെ നോക്കുക, ഭൂഗോളം, ഗോളം, സ്ഫെറിക്കൽ ഷേപ്പുള്ളത്, ഇതിന്റെ വർണ്ണനം. അതിലൊരു കഥയുണ്ട്, പൃഥു ചക്രവർത്തി. ആ പൃഥു ചക്രവർത്തി കഥയാണത്, യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. പൃഥു ഭൂമി ഭരിച്ചത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത്. പൃഥു ചക്രവർത്തി ഒരു പ്രത്യേക സാഹസം ചെയ്തു. അത് കഥയാണ്, ചരിത്രമല്ല. സൂര്യൻ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന വേഗതയിൽ തന്റെ രഥം ഓടിച്ചു. അപ്പോ ഭൂമി മുഴുവനും കറങ്ങിക്കഴിയുമ്പോഴും സൂര്യനെ അതേ സ്ഥാനത്ത് പൃഥു ചക്രവർത്തിക്ക് കാണാൻ സാധിച്ചു. അസംഭാവ്യമാണ്, ഇമാജിനറി ആണെന്ന് വിചാരിക്കാം. എങ്കിലും ഭൂമി കറങ്ങുന്ന സ്പീഡ് 1640 km/h. ഈ ഭൂമി 1640 km/h വേഗതയിൽ കറങ്ങുമ്പോൾ അതേ വേഗതയിൽ പടിഞ്ഞാറോട്ട് ഒരു വണ്ടി വിമാനം ഓടിച്ചു എന്ന് വിചാരിക്കാം, അതേ വേഗതയിൽ ഓടിച്ചു എന്ന് വിചാരിക്കാം. 8 മണിക്ക് രാവിലെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഭൂമി കറങ്ങുന്ന സ്പീഡിലാണ് പടിഞ്ഞാറോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ദുബായിലെത്തുമ്പോഴും 8 മണിയാവും. നമ്മൾ ആംസ്റ്റർഡാമിലെത്തിയാലും 8 മണിയായിരിക്കും. മിനിയാപോളിസിലോ ന്യൂയോർക്കിലോ എത്തിയാണെങ്കിലും 8 മണിയായിരിക്കും. അപ്പുറത്തെ ടോക്കിയോയിൽ പോകുമ്പോഴും 8 മണിയായിരിക്കും. അപ്പോൾ ഓർമ്മിക്കുക, ഭൂമി കറങ്ങുന്ന സ്പീഡിൽ ഒരു വിമാനം ഓടിക്കുകയാണെങ്കിൽ, കാർ ഓടിക്കുകയാണെങ്കിൽ, ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ, രഥം ഓടിക്കുകയാണെങ്കിൽ എല്ലാം ഇമാജിനറി ആണെന്ന് വിചാരിച്ചോളാം. ആ സൂര്യനെ അതേപോലെ കാണാം. കാരണം ഭൂമി ഉരുണ്ടതാണ്. ഭൂമി പരന്നതായിരുന്നെങ്കിൽ പ്രശ്നമാണ്. അപ്പോ ഇങ്ങനെ ഭൂഗോള വർണ്ണനം മുഴുവനും വിവരിക്കുന്നുണ്ട്. ഭൂമിയിലെ വ്യത്യസ്ത ദ്വീപുകളെ കുറിച്ച്. സപ്തദ്വീപ നിവാസീനാം പ്രാണീനാമുദകം ദത്തമക്ഷയമുപതിഷ്ഠതു. സപ്തദ്വീപ, 7 കോണ്ടിനെന്റുകളില് പ്ലക്ഷദ്വീപ്, ശാഖദ്വീപ്, ജംബുദ്വീപ്, ശാൽമലി ദ്വീപ്, അങ്ങനെ 7 ദ്വീപുകളുടെ പേര് അതിന്റെ ഷേപ്പ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ ചാമ്പക്കയുടെ ആകൃതിയിലുള്ള ദ്വീപാണ്. ഏഷ്യ ഭൂഖണ്ഡം. ഭാരതത്തെ നോക്കിയാൽ അറിയാം, മുകളിൽ ഫ്ലാറ്റായിട്ട് റഷ്യയുടെ പകുതി ഭാഗം, ചൈനയുടെ ഭാഗം, നേപ്പാള്, ഹിമാലയം, അതിൽ നിന്ന് ഭാരതത്തിലേക്ക് കയറി ഇപ്പുറത്ത് ഗുജറാത്തിന്റെ ഭാഗം, ഇപ്പുറത്ത് നാഗാലാൻഡ്, പിന്നെയും ചെറുതായി ഇപ്പുറത്ത് മഹാരാഷ്ട്ര, ഇപ്പുറത്ത് ആന്ധ്രാപ്രദേശ്, പിന്നെ ഇപ്പുറത്ത് കർണാടക, ഇപ്പുറത്ത് തമിഴ്നാട്, അവസാനം എത്തുമ്പോഴത്തേക്കും കേരളം ഇടത് സൈഡില്, തമിഴ്നാട് വലത് സൈഡില്, ചുവട്ടില് ചാമ്പക്കയുടെ ആകൃതി. ജംബുദ്വീപ്, ജംബുക വൃക്ഷം, ജാമ്പക്ക എന്ന് പറയുന്നത്. അങ്ങനെ ക്രൗഞ്ചദ്വീപ്, സൗത്ത് അമേരിക്ക, പക്ഷിയുടെ ആകൃതിയിലുള്ളത്. പ്ലക്ഷദ്വീപ്, ആലിന്റെ ഇല മാതിരിയുള്ളത്, നോർത്ത് അമേരിക്ക. ഇങ്ങനെ ഓരോ ദ്വീപുകളുടെയും പേര് കൊടുത്തിട്ട്. അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് എല്ലാ പുരാണങ്ങളിലും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പുരാണങ്ങളെ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ലോജിക്കലായിട്ട് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. യുക്തിവാദികളല്ലാത്തവർ പോലും ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരില്ല. ഇനി നമുക്ക് നമ്മുടെ സയന്റിഫിക് പുസ്തകം നോക്കാം. AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുതി തീർത്ത പുസ്തകമാണ് ആര്യഭട്ടീയം എന്ന പുസ്തകം. ആര്യഭടന്റെ 23ാം ജന്മവാർഷികത്തിന് 23 യഥാർത്ഥത്തില് മാർച്ച് 21, 3 ദിവസം മുമ്പ് മാർച്ച് 21 ആയിരുന്നു. AD 499 മാർച്ച് 21
എഴുതി തീർത്ത ആര്യഭട്ടീയം എന്ന പുസ്തകത്തിൽ പറയുന്നു നോക്കാം. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. മണ്ണ്, ജലം, വായു, അഗ്നി അടങ്ങിയ ഭൂഗോളം, ഭൂമി ഗോളം സർവതോ വൃത്ത. ദൂരെ നിന്ന് നോക്കിയാൽ വൃത്താകൃതിയിലേ കാണുള്ളൂ. ചന്ദ്രനെ വൃത്താകൃതിയിൽ കാണുന്നു, സൂര്യനെ വൃത്താകൃതിയിൽ കാണുന്ന പോലെ ഭൂമിയെ നോക്കിയാൽ വൃത്താകൃതിയിൽ കാണും. ഭൂഗോള, അത് ഗോളമാണ്, സ്ഫറിക്കലാണ്. അപ്പൊ ഭൂമി മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത എന്ന് AD 499 പറഞ്ഞിട്ടുണ്ട്. മെഗല്ലനും കോപ്പർനിക്കസും ഗലീലിയോയും ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭൂമി ഇങ്ങനെ ഗോളാകൃതിയാണെന്ന് പറയാൻ ഇത്രയും വലിയ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഗോളാകൃതി മാത്രമല്ല, ഭൂവ്യാസ ഞാ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10, ഇകാരമിട്ടാൽ ഇൻറ്റു 100. ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തില് ക മുതൽക്ക് ഞാ വരെ, ഞാ 10ാമത്തെ അക്ഷരാണ്. ച ഛ ജ ജ ഞാ, ഞാ 10ാമത്തെ. ഞീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 100. ഇപ്പൊ 10 × 100 1000. ലാ എന്ന് വെച്ചാൽ 50. 1000 യാ 30, രാ 40, ലാ 50. യാ രാ ലാ ആര്യഭട്ടീയ നമ്പർ സിസ്റ്റത്തില്. ഇനി ലാ 1000 + 50 1050 യോജനയാണ് ഭൂമിയുടെ വ്യാസം. ഇപ്പൊ ഭൂമിയുടെ ഡയമീറ്റർ എത്രയാണെന്ന് ആര്യഭട്ടൻ പറഞ്ഞിട്ടുണ്ട്. 1 യോജന എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ആവറേജ് ഹൈറ്റിന്റെ 8000 മടങ്ങ്. നര ഷി യോജന, ഷ 80, ഷി × 100 8000. മനുഷ്യന്റെ ആവറേജ് ഹൈറ്റിന്റെ 8000 മടങ്ങാണ് 1 യോജന എന്ന് പറയുന്നത് ആര്യഭട്ടൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം. അതിന്റെ ഏതാണ്ട് 1050 യോജനയാണ് ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭൂമി കറങ്ങുന്നു എന്നുള്ളത് ആര്യഭട്ടൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അനുലോമ ഗതിർ നൗസ്തഃ പശ്യതി അചലം വിലോമകം യദ്ധ അചലാനി ഭാനി തദ്ദ സമപശ്ചിമഗാനി ലങ്കായ. ഞാൻ ഈ സംസ്കൃതത്തിലെ ശ്ലോകം പറയുന്നത് കേട്ടിട്ട് ഒരു മുസ്ലിം അബ്ദുൾ റാഫി എന്ന് പറയുന്നവൻ യൂട്യൂബിൽ എഴുതി, ഗോപാലൻ സാറ് എന്നാ മരിക്കുന്നേ, എന്നാ ചാവുന്നതെന്ന്. കാരണം സഹിക്കുന്നില്ല, ഈ നാടിന്റെ പൈതൃകം പഠിച്ചു പറയുന്നവരെ ടോളറേറ്റ് ചെയ്യാൻ ചില മുസ്ലിങ്ങൾക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് എന്നാ ഗോപാലകൃഷ്ണൻ സാറ് മരിക്കുന്നത് ചാവുന്നതെന്ന് ചോദിച്ചു. മരിക്കുന്നതെന്നല്ല ഉപയോഗിച്ച്, ചാവുന്നതെന്ന് തന്നെയാണ് ചോദിച്ചത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ച് ആര്യഭട്ടീയത്തിലേക്ക് വരാം. അനുലോമ ഗതിർ നൗസ്തഃ, അനുലോമം മുമ്പോട്ട്, ഗതി പോകുന്ന, നൗഹു വഞ്ചിയില്, സ്തഹ നിൽക്കുന്ന ആള്. അനുലോമ ഗതിർ നൗസ്തഃ പശ്യതി കാണുന്നു. അനുലോമ ഗതിർ നൗസ്ത പശ്യതി അചലം വിലോമകം യദ്ധ, കരയിൽ നിൽക്കുന്ന ചെടികളും മരങ്ങളും അതുപോലെയുള്ള വൃക്ഷങ്ങളും പിന്നെ വീടുകളുമെല്ലാം പുറകോട്ട്. അനുലോമ ഗതിർ നൗസ്തഃ പശ്യതി അചലം വിലോമകം യദ്ധ, അചലങ്ങളായ വസ്തുക്കൾ പുറകോട്ട് പോകുന്നത് മാതിരി എങ്ങനെയാണോ കാണുന്നത്. അചലാനി ഭാനി തദ്ധ, അചലങ്ങളായ ജ്യോതിർഗോളങ്ങള്. സമപശ്ചിമഗാനി ലങ്കായ, ലങ്ക എന്ന് വെച്ചാൽ ഭൂമധ്യരേഖ. ഈവൻ ലങ്കാന്ന് തന്നെ എടുത്താലും കുഴപ്പമില്ല. ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ അചലങ്ങളായ നക്ഷത്രങ്ങളും സൂര്യനുമെല്ലാം പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. കാരണം എന്താണ്? ഭൂമി കിഴക്കോട്ട് തിരിയുന്നതുകൊണ്ട്. വഞ്ചി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് മരങ്ങളും മറ്റും പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്ന പോലെ ഈ ഭൂമി കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് സൂര്യനും മറ്റുമെല്ലാം പടിഞ്ഞാട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. ഇനി ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് വേറൊന്നും കൂടി നോക്കാം. ഉദയോയോ ലങ്കായ, ശ്രീലങ്കയില് ഉദയസൂര്യനെ കാണുമ്പോൾ, ഉദയോ യോ ലങ്കായ, ലങ്കയില് സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണുമ്പോൾ, ഉദയോ യോ ലങ്കായ സ്തോ അസ്തമയോ സവിതുരേവ സിദ്ധപുരേ, സവിതു സൂര്യൻ, സാ സവിതു അതേ സൂര്യൻ, അസ്തമയോ സിദ്ധപുരേ ഗോട്ടിമലയില്, സൗത്ത് അമേരിക്കയുടെ അവിടുത്തെ ഒരു രാജ്യത്തിന്റെ പേരാണ് ഗോട്ടിമല, സിദ്ധപുരം. അവിടെ അതേ സൂര്യൻ അസ്തമയ സൂര്യനായിരിക്കും. മധ്യാഹ്നോ വാ യവകോട്ട്യം, കൊറിയയില് ആ സമയം മധ്യാഹ്നമായിരിക്കും. മധ്യാഹ്നോ വാ യവകോട്ട്യ റോമക വിഷയെ അർദ്ധരാത്രം സ്യാത്, റോമില് അർദ്ധരാത്രി ആയിരിക്കും. ഭൂമിയുടെ 4 ക്വാഡ്രന്റില് എങ്ങനെയാണ് ഓരോ നഗരത്തിൽ സൂര്യനെ കാണുന്നത്? അതേ സൂര്യനാണ്. ഇത് AD 499 സർ ഐസക് ന്യൂട്ടണും ഗലീലിയോയും കെപ്ലയറും കോപ്പർനിക്കസും ഒക്കെ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്.
ഭാ അപക്രമോ ഗ്രഹാംശ. ഭൂമിയുടെ ചെരിവ് 24 ഡിഗ്രിയാണ്. ഇപ്പൊ ഹയസ്റ്റ് ഡിക്ലിനേഷൻ 23 ഡിഗ്രി 56 മിനിറ്റ് ആണ്. 23 ഡിഗ്രി 56 മിനിറ്റ് ആണ്. നമ്മൾ ആവറേജ് 23.5 ഡിഗ്രി എന്ന് പറയും. 23 ഡിഗ്രി 56 മിനിറ്റ് ഭൂമിയുടെ ചെരിവ്. നമ്മൾ പറഞ്ഞിരുന്നത്, ആര്യഭടൻ പറഞ്ഞിരിക്കുന്നത് 24 ഡിഗ്രി. ഭാ എന്ന് വെച്ചാൽ 24. അപക്രമം ചെരിവ്, ഗ്രഹം ഭൂമി, അംശ ഡിഗ്രി. ഭാ അപക്രമോ ഗ്രഹാംശ. അപ്പൊ ശരിക്ക് ഇനി ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാണേനൈതി കലാംഭൂഹു ഭ്രമയതി. പ്രാണ, നമ്മൾ ഒരു മിനിറ്റിൽ 16 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പോൾ ഒരു ശ്വാസോച്ഛ്വാസത്തിന് 4 സെക്കൻഡാണ് മോഡേൺ വാല്യൂ പ്രകാരം വരിക. മോഡേൺ നമ്പർ പ്രകാരം 4 സെക്കൻഡ്. അതിൻ്റെ നമ്മുടെ സംസ്കൃതത്തിലെ യൂണിറ്റാണ് പ്രാണ. ഒരു പ്രാണ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈക്വലന്റ് 4 സെക്കൻഡ്. കലാംഭൂഹു, കല എന്ന് വെച്ചാൽ ആംഗുലർ മിനിറ്റ്. ഒരു കല എന്ന് പറഞ്ഞാൽ ഒരു ആംഗുലർ മിനിറ്റ്. അപ്പൊ പ്രാണേനൈതി കലാംഭൂഹു എന്ന് വെച്ചാൽ ഒരു 4 സെക്കൻഡില്, ഒരു പ്രാണ യൂണിറ്റ് ടൈമില് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു. അതാണ് കറക്റ്റ് വാല്യൂ ആണ്. ഇന്നത്തെ വാല്യൂ തന്നെയാണ്. അപ്പൊ ഭൂമി കറങ്ങുന്നത് ഒരു ആംഗുലർ മിനിറ്റ് പെർ 4 സെക്കൻഡ് ആണ് എന്ന് ആര്യഭടൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഏകോന്ന ഷഷ്ടി ലിപ്താഹ അഷ്ടൗ വിലിപ്ത. ഏകം 1, ഊനം കുറവ്, ഷഷ്ടി 60, 60ൽ നിന്ന് 1 കുറവ്, 59 മിനിറ്റ്. ലിപ്ത മിനിറ്റ്. അഷ്ടൗ വിലിപ്ത 8 സെക്കൻഡ്. 59 മിനിറ്റ് 8 സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. എന്ത് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇതും ആര്യഭടീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു പുസ്തകമേ എടുത്തുള്ളൂ. വടേശ്വര സിദ്ധാന്തം എടുത്തിട്ടില്ല, AD 748 എഴുതിയ പുസ്തകം എടുത്തിട്ടില്ല, ശിഷ്യധീവൃത്തി തന്ത്രം എടുത്തിട്ടില്ല, ആര്യഭട സിദ്ധാന്തം എടുത്തിട്ടില്ല, ലഘുഭാസ്കരി എടുത്തിട്ടില്ല, മഹാഭാസ്കരി എടുത്തിട്ടില്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ലീലാവതി എടുത്തിട്ടില്ല, സിദ്ധാന്ത ശിരോമണി എടുത്തിട്ടില്ല. മറ്റൊരു പുസ്തകം എടുക്കാം. AD 499 ആര്യഭടൻ എഴുതിയ പ്യുവർ മാത്തമാറ്റിക്സ് അസ്ട്രോണമി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അറിയണം. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അപകർഷത ഉണ്ടാക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ത്യക്കാരെന്തിനാ അത് ചെയ്തത്? ഇവിടത്തെ യുക്തിവാദികളും ഇവിടത്തെ ബുദ്ധിജീവികളും ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും മലന്ന് കിടന്ന് തുപ്പി സ്വന്തം അമ്മയെ വേശ്യ എന്ന് വിളിക്കുന്നതാണ് സത്യസന്ധത. അതാണ് സഹനശക്തിയോ, അതാണ് ടോളറൻസ്. നമ്മളെ അവഹേളിക്കലും നമ്മളെ അപകീർത്തിപ്പെടുത്തലും നമ്മളെ കരിവാരി തേക്കലും നമ്മളെ ഇടിച്ച് താഴ്ത്തലും അതാണ് യഥാർത്ഥത്തിൽ പുരോഗമനം എന്ന് ധരിച്ച് നടക്കുന്ന കുറെ എണ്ണങ്ങളെ ഒതുക്കാൻ വികാരത്തിന്റെ പുറത്ത് പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. അറിവിന്റെയും വിചാരത്തിന്റെയും പുറത്ത് പ്രതികരിക്കണം. ഇതൊന്നും യുക്തിവാദികൾക്ക് താങ്ങാനേ പറ്റില്ല. അവര് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതും ഒരു പക്ഷേ അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവരെ വളർത്തിയതും ഈ നാടിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കരിവാരി തേക്കാനുമാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ സംവാദത്തിലൂടെ സ്റ്റേജിൽ കയറിയിട്ട് വാഗ്വാദം നടത്തല്ല. എവിടെയാണോ വെള്ളം ഒഴിക്കേണ്ടത് ചെടികൾക്ക് അവിടെ വെള്ളം ഒഴിക്കാം. ഒരു വരി കൂടി പറഞ്ഞിട്ട് തിരിച്ചു ഞാൻ വരാം. നമ്മുടെ ദലൈലാമ അമേരിക്കയിൽ പോയി. അവിടെ അദ്ദേഹം പ്രസംഗിച്ചു, പത്രപ്രസ്താവന നടത്തി. പത്രക്കാരൊരു ചോദ്യം ദലൈലാമയോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം ഇന്ത്യയും ചൈനയും തിബത്തുമാണ്, നിങ്ങൾ എന്തിനാ അമേരിക്കയിൽ വന്ന് ഈ പ്രഭാഷണം നടത്തുന്നത്? അമേരിക്കയിൽ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്തിനാ? ദലൈലാമ പറഞ്ഞു, ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ആ പ്രശ്നങ്ങൾ പറയേണ്ടത്. ഞങ്ങളുടെ സംസ്കാരത്തിലും ഞങ്ങളുടെ നാട്ടിലും ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത് മുകളിലല്ല വേരിലാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. നമ്മൾ ഈ യുക്തിവാദികൾ പറയുന്നത് എല്ലാം തെറ്റാണെന്നല്ല, അവർ പറയുന്നതിലും നല്ലത് കുറേ ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന എല്ലാം തെറ്റാണെന്നൊന്നുമില്ല, കുറേ നല്ലത് അതിനകത്തുണ്ട്. പക്ഷെ ഈ നാടിനെ അവഹേളിക്കാൻ വേണ്ടി തന്നെ ജന്മമെടുത്ത ഒരു പ്രത്യേക ജന്മം, ഇതിനെ അവഹേളിക്കലും ആരും അവർ പറയുന്നത് സ്വീകരിക്കുന്നില്ലെന്നും ഒരനുയായിയും ഇല്ലെന്നും 10-20 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തികൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ 1-2 ഡസൻ ആൾക്കാർ പോലും ഇല്ലെന്നുള്ളത് കണ്ടിട്ടും അതിൽ നിന്ന് പിന്മാറാതെ
ശരിക്ക് നഷ്ടപ്പെടുവാൻ തേങ്ങാക്കൊലകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ഇപ്പോഴും നടക്കുന്ന ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന കുറേ പേർക്ക് ഉത്തരം കൊടുക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. ആചാരത്തിലെ ശാസ്ത്രം മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടുത്തെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ശാസ്ത്രവും കൂടി പറഞ്ഞ് ലോക ജനത ഇതൊക്കെ പഠിച്ചത് പാശ്ചാത്യ പണ്ഡിതന്മാരിൽ നിന്നാണ് എന്ന് പറയുന്നതിന് പകരം പൗരസ്ത്യരായ ഭാരതീയരും ഇതിൻ്റെ അറിവ് കൊടുത്തിരുന്നു. കേരളീയനായ ആര്യഭടനും ധന്യമായിട്ടുള്ള അറിവ് കൊടുത്തിരുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കണം, അറിയിക്കാനും സാധിക്കണം, മക്കളിൽ അഭിമാനമുണ്ടാക്കാനും സാധിക്കണം. ആ മക്കളെ പഠിപ്പിക്കുമ്പോൾ ആ അച്ഛനമ്മമാർക്കും മക്കൾക്കും തോന്നണം അത് അവരുടെ ഉത്തരവാദിത്വമാണ്. സംഘടനകളുടെയോ സംഘടനയുടെ ഭാരവാഹികളുടെയോ ഉത്തരവാദിത്വമല്ല വല്ലവന്റെ മക്കളെ ഭാരതീയ പൈതൃകം പഠിപ്പിച്ച് അഭിമാനം ഉണ്ടാക്കല്. അത് ജന്മം നൽകി വളർത്തിയ അച്ഛനമ്മമാരുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.